ആത്മജവിരുന്നതിൻ വിവരം ഈ ഉപമയോ മഹാസാരം. രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട്. രാജസുതൻ വേളിയൊന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തെ തന്നെ വിസ്മയഭരിതമാക്കി മാറ്റാൻ സാധിക്കും. ലോകത്തിൻ്റെ പരമാത്മാവ് കുടികൊള്ളുന്നത് സ്നേഹത്തിലാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിയുന്നവനാണ്. സ്നേഹം ഇല്ലാത്തിടത്ത് അന്ധകാരവും പ്രതിസന്ധികളുമാണ്. ഇന്ന് പ്രഭാത വിചാരം സ്നേഹത്തിൻ്റെ വൈശിഷ്ട്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചിട്ടപ്പെടുത്തുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം. പ്രശസ്തനായ ആംഗലേയ സാഹിത്യകാരൻ ജോൺ ഗ്രീഫ്ലിഫ് വിറ്റിയർ എഴുതിയ ഏറ്റവും സുന്ദരമായ ഒരു കവിതയുണ്ട്. ജോൺ ഗ്രീഫ്ലിഫ് വിറ്റിയറിന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളെയാണ് ഈ കവിതയിൽ അദ്ദേഹം കോറിയിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സ്നേഹം എവിടെയാണോ കുടികൊള്ളുന്നത് അവിടെ ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സന്തോഷവും നിറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യർ അന്യോന്യം സ്നേഹിക്കുന്നതാണ് ഇഹലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവാരാധന എന്ന് പറയുന്നത്. ആരാധിക്കാൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന മനുഷ്യൻ തീർച്ചയായും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ മനസ്സുമുള്ളവനായിരിക്കുമെന്ന് ഈ ആംഗലേയ കവി എടുത്തു പറയുകയാണ്. അദ്ദേഹം പറയുന്നു, മനുഷ്യന്റെ മുഖത്ത് വിടരുന്ന ഓരോ പുഞ്ചിരിയും, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഓരോ വാക്കും, ശ്രവ്യസുന്ദരമായ ഓരോ ഗാനവും, കരുണയിലൂന്നിയ ഓരോ നോട്ടവും ഏറ്റവും ഹൃദ്യമായ പ്രാർത്ഥനയാണ്. എത്ര മനോഹരമായ കവിതാ ശകലമാണ്! ഇതിനേക്കാൾ വിശിഷ്ടമായി സ്നേഹത്തെ എങ്ങനെയാണ് നിർവചിക്കുക? പാശ്ചാത്യ സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന സിനിമാ താരമായിരുന്നു റാൽഫ് മോർഗൻ. ജീവിതത്തിൽ പലപ്പോഴും വലിയ പ്രതിസന്ധികളും ദുരിതങ്ങളും ദുരന്തങ്ങളും നേരിട്ടിട്ടുള്ള ഒരു മനുഷ്യൻ. യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ 1% പോലും അഭ്രപാളികളിൽ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ജീവിതം ഇരുളടഞ്ഞതായി തോന്നിയ ഒരു സന്ദർഭത്തിൽ റാൽഫ് മോർഗന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശധാര കടന്നു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി. അതിനെ തുടർന്ന് ഒരു ഗാഢ നിദ്രയിലേക്ക് അദ്ദേഹം അലിഞ്ഞു ചേരുകയാണ്. വളരെ വലിയൊരു പ്രകാശധാര അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് റാൽഫ് മോർഗനോട് പറയുന്നു, ഇപ്പോൾ നീ ഏറെ വിഷണ്ണനായി കഴിയുന്നു. നിന്റെ ജീവിതത്തിൽ ഒത്തിരി നിരാശ കടന്നു വന്നിരിക്കുന്നു. നോക്കൂ, നീ വിശ്വസിക്കുന്നതും എന്നാൽ ഇതുവരെയും നിന്റെ ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം നിനക്കൊന്ന് പരീക്ഷിച്ചുകൂടെ? അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആരോ ചോദിക്കുന്നത് പോലെ റാൽഫ് മോർഗന് തോന്നി. എന്നിട്ട് ആ ശബ്ദം തുടർന്ന് പറഞ്ഞു, ഓരോ ദിവസവും നീ ഇടപെടുന്ന പത്രക്കാരൻ, പാൽക്കാരൻ,
തപാൽക്കാരൻ, നീ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ, ഇവരെയൊക്കെ നിനക്കൊന്ന് സ്നേഹിച്ചുകൂടെ? അവരെല്ലാം നീ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രകാശധാര നിനക്ക് സ്വന്തമായി അനുഭവിക്കാൻ സാധിക്കും. നിനക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലെ പക്ഷിമൃഗാദികളെ സ്നേഹിക്കുക, കാറ്റിനെയും കടലിനെയും സ്നേഹിക്കുക, കുന്നിനെയും മലയെയും സ്നേഹിക്കുക, പർവ്വതങ്ങളെ പ്രണയിക്കുക, വൃക്ഷലതാദികളെ സ്നേഹിക്കുക, സർവചരാചരങ്ങളെയും അധികമായി സ്നേഹിക്കാൻ തുടങ്ങുക. നിന്റെ ജീവിതം പ്രകാശപൂരിതമായി മാറുമെന്ന് അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ നിന്ന് ആരോ പറയാൻ തുടങ്ങി. അന്ന് മുതൽ, ആ നിമിഷം മുതൽ റാൽഫ് മോർഗൻ തനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി. തന്റെ വീട്ടിൽ ദിവസവും വരുന്ന പാൽക്കാരൻ, പത്രക്കാരൻ, തപാൽക്കാരൻ, തന്റെ സ്നേഹിതന്മാർ, അപരിചിതർ, തന്റെ വീടിന്റെ വളപ്പിലുള്ള സകല വൃക്ഷലതാദികൾ, പക്ഷികൾ, പറവകൾ, മൃഗങ്ങൾ, എല്ലാത്തിനെയും ഹൃദയപൂർവ്വം മോർഗൻ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു അഭേദ്യമായ ബന്ധം അവിടെ പൊട്ടിവിടരുന്നത് മോർഗന് അനുഭവിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പുതിയ സ്നേഹത്തിന്റെ ആകാശവും സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയും നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് റാൽഫ് മോർഗൻ തന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നത്. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ സ്നേഹം നിലച്ചു പോയിട്ടുണ്ടോ? സ്നേഹത്തിന്റെ ആത്മാവ് നിശ്ചലമായിട്ടുണ്ടോ? ഇടയ്ക്കിടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, സ്നേഹം കുടികൊള്ളുന്നില്ല എങ്കിൽ ഞാൻ കേവലം മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. മറ്റൊരുവനു വേണ്ടി സ്വന്തം ജീവന് നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രാണനോളം, നമ്മുടെ പ്രാണനേക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം സ്നേഹമയമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ സുന്ദരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. മനസ്സേ